നമ്മൾ പ്രതീക്ഷിച്ചതുപോലൊരു പ്രമോ വന്നിരിക്കുകയാണ്. ലാലേട്ടൻ നെവിനെ ഫയർ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പം നെവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നെവിൻ നമ്മുടെ ഷാനവാസുമായിട്ട് എന്തായിരുന്നു നിൻ്റെ പ്രശ്നം? അപ്പം നെവിൻ പറയണ, അത് പിന്നെ ലാലേട്ടാ, ഞാൻ മനഃപൂർവ്വമല്ല, ഇൻറ്റൻഷനലി അല്ലാതെ പിന്നെ അത് എന്തായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ അനീഷേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം അനീഷേട്ടൻ പറയാണ്, ബാധ കയറിയതുപോലെയായിരുന്നു നെവിൻ പ്രതികരിച്ചത്. സത്യമാണ്, ബാധ കയറിയതുപോലെയാണ്. അവനങ്ങ് അടിച്ചങ്ങ് തകർക്കുകയാണ് എല്ലാവരെയും. കാരണം അവന് കഴിഞ്ഞ സീസണുകൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊന്നും ഒരിക്കൽ പോലും വഴക്ക് കിട്ടാതെ ലാലേട്ടൻ്റെ അടുത്ത് കൊഞ്ചിച്ചതിൻ്റെ പ്രശ്നമാണ്. അവനറിയായിരുന്നു അവനെ ആരും ഒന്നും പറയില്ല, അവൻ എന്ത് വേണമെങ്കിൽ ചെയ്യാം, അവനങ്ങ് അഴിഞ്ഞാടാം എന്നുള്ളൊരു ചിന്ത അവൻ്റെ മനസ്സിൽ വന്നിട്ട് അഴിഞ്ഞാടി ബാധ കയറിയതുപോലെ അനുമോളോ അതേപോലെ നമ്മുടെ ഷാനവാസിക്ക് എന്ത് പറഞ്ഞാലും അവനങ്ങ് അഴിഞ്ഞാടാൻ തുടങ്ങിയ ഒരു രീതിയായിരുന്നു അവിടെ കാണിച്ചത്. ബാധ കയറാൻ സത്യമാണ് അനീഷേട്ടൻ പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മുടെ ആദിലൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ. ആദില പറയാണ്, കിച്ചൺ ടീം മൊത്തത്തിൽ വെറുതെ സ്ട്രെസ് തരുമായിരുന്നു, സ്പെഷ്യലി നെവിൻ. വളരെ കറക്റ്റ് കാര്യമാണ്. എനിക്കിഷ്ടമുള്ളതേ ചെയ്യൂ, ഞാൻ തോന്നുന്നത് ചെയ്യും, നിങ്ങൾക്ക് എന്താ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം. അങ്ങനെ കുറേ ഓവർ ഷോ കാണിച്ചപ്പം തിരിച്ച് പ്രതികരിച്ചു, അത്രേ ഉള്ളൂ. എന്താ ചെയ്യേണ്ടതെന്ന് നമ്മുടെ അനീഷേട്ടനോടാണ് ചോദിക്കുന്നത്. അപ്പോൾ അനീഷേട്ടൻ പറയുന്നു, എനിക്കിതിന് മറുപടി എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ഞാൻ മറുപടി തരാം. നെവിൻ എവിക്ഷനിലുള്ള ആളല്ലേ, നെവിൻ എവിക്ഷനിൽ നിന്ന് പുറത്തായില്ലെങ്കിൽ, അതായത് ജനങ്ങളായിട്ട് നെവിനെ പുറത്താക്കിയില്ലെങ്കിൽ എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും, അല്ലെങ്കിൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ ആ ഒരു ഡിസ്കഷൻ അവസാനിപ്പിക്കുന്നത്. ലാലേട്ടൻ്റെ ബ്രേക്കിന് പോവാണെന്ന് തോന്നുന്നു. ലാലേട്ടൻ ഇങ്ങനെ തിരിഞ്ഞു നിന്നിട്ടാണ് അത് പറയുന്നത്. എന്തായാലും നെവിൻ്റെ ആ ഒരു മുഖമൊക്കെ നല്ല വൃത്തിക്ക് കാണിക്കുന്നുണ്ട്. ആരും നൈസായിട്ട് നെവിൻ്റെ അടുത്തുനിന്ന് മാറി നമ്മുടെ പാട്ടാ ഗേൾസിൻ്റെ ഇപ്പുറത്ത് വന്നിരിപ്പുണ്ട് കേട്ടോ. ലാലേട്ടൻ്റെ നിന്ന് മേടിച്ച് കൂട്ടുന്നതിൻ്റെ എഫക്റ്റ് ഇങ്ങോട്ട് കിട്ടണ്ടെന്ന് ഓർത്തിട്ടായിരിക്കും നൈസായിട്ട് മാറിയിരിക്കുന്നത്. അക്ബർ അവിടെ തന്നെ ഇരിപ്പുണ്ട്. എന്തായാലും അക്ബറിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അക്ബർ എന്താ പറയാമെന്ന് അറിയത്തില്ല. പക്ഷേ ആര്യൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നെവിനെ ആര്യൻ തേക്കാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.